അത്തമായതുകൊണ്ട് തന്നെ പൂക്കൾ പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ മീനുകുട്ടി. ആള് ഇലയൊക്കെ എടുത്ത് വന്നിട്ട് പറിക്കുമ്പോഴേക്കും അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൂക്കോട്ട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് പൂക്കോട്ട ഉണ്ടാക്കുന്നത്. അങ്ങനെ അച്ഛൻ അത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ മീനുകുട്ടിക്ക് ഭയങ്കര സന്തോഷമായേ. അങ്ങനെ പൂക്കോട്ട ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പൂക്കോട്ടയിൽ പൂ നിറയ്ക്കാനുള്ള തത്രപ്പാടിലായി കേട്ടോ അച്ചാച്ചനും മോളും കൂടി. അങ്ങനെ ഇതാ രണ്ടാളും കൂടി കട്ടക്ക് പൂ പറിക്കുന്നുണ്ട് കേട്ടോ. ചെമ്പരത്തിൻ്റെ എല്ലാം കൊമ്പ് കുത്തിയോണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം ചെമ്പരത്തി പൂക്കളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പൂക്കൾ മാത്രമേ നമുക്ക് ഇപ്രാവശ്യം ഇടാനുള്ളൂ. തെങ്ങിനെ പോലെയുണ്ട്. പൂ പറിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മുക്കുറ്റി കാണിച്ചു കൊടുത്തു. അപ്പോൾ തെങ്ങിനെ പോലെ ഉണ്ട് എന്ന് പറയായിരുന്നു കേട്ടോ മീനുകുട്ടി. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കുറച്ച് തുമ്പപ്പൂവൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പൂക്കളത്തിൽ തുമ്പപ്പൂവിൻ്റെ സ്ഥാനം ഞാൻ പിന്നെ പറയാം. പറിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ കുറച്ച് മുക്കുറ്റിയൊക്കെ പറിച്ച് നാച്ചുറലായി പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനെ ഒരു മത്തൻ്റെ പൂവും കൂടി ഞാൻ മീനുകുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര കൗതുകമായിരുന്നേ. അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇടാനുള്ള പൂക്കളെ. അങ്ങനെ മീനുകുട്ടി ചമ്രം പഠിച്ചിരുന്ന് പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇന്നത്തേത് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട് പറയണേ. അപ്പോൾ